നമസ്കാരം. നമ്മുടെ ഇന്നലെ വാൾപ്പാറയിലുണ്ടായ വാഹനാപകടം നമ്മളെല്ലാം ഒരുപാട് ഞെട്ടിച്ച കാര്യമാണ്. ഏകദേശം 9ഓളം പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അത് ഇന്നലെ ആ വാർത്ത കേട്ടപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ കുറേ നാൾ ടാക്സി ഓടിച്ചുകൊണ്ട് നടന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വാഹനാപകടങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേന് ആദ്യം ഞാൻ തിരക്കുന്നത് ഏത് വാഹനമാണ് അപകടത്തിൽപ്പെട്ടതെന്ന് പറഞ്ഞ് ടെമ്പോ ട്രാവലറാണ് അപകടത്തിൽപ്പെട്ടെന്ന് പറഞ്ഞത്. നമുക്കെല്ലാവർക്കും അറിയാം, ടെമ്പോ ട്രാവലർ വാഹനം യാത്രയ്ക്ക് വളരെ സുഖകരമാണ് വാഹനം. നമ്മൾ സാധാരണ 10 പേരൊക്കെ യാത്ര വരും, അല്ലെങ്കിൽ 8 പേര് 10 പേരൊക്കെ യാത്ര വരുമ്പോഴത്തേന് ആദ്യം അന്വേഷിക്കുന്നത് ചിലപ്പോൾ ഒരു ഇന്നോവ ആയിരിക്കും. ഞാൻ ടാക്സി ഓടിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ 10 പേര് മുകളിലോട്ട് വരുമ്പോഴത്തേന് പിന്നെ നമ്മൾ ആലോചിക്കുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് ടെമ്പോ ട്രാവലറാണ്. അത് തന്നെയല്ല, 10 പേർ ഈ ടെമ്പോ ട്രാവലറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്നോവ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എത്ര ദൂരം പോകുന്നിടം വരെ അവിടം വരെ നമ്മൾ അതിൻ്റെ അകത്തുള്ള ആൾക്കാരുമായിട്ടൊന്നും ഒന്നും മിങ്കിൾ ചെയ്യാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യമാണ്. ആ സ്ഥാനത്ത് ടെമ്പോ ട്രാവലർ എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് ഒരാൾക്കൊന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് കുറച്ച് നടക്കണം, അല്ലെങ്കിൽ അങ്ങോട്ടൊന്ന് സീറ്റേ മാറിയിരിക്കണം, അതുപോലെ അകത്ത് വെച്ച് എന്തെങ്കിലും ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ വെള്ളം കുടിക്കണം. ഇതിനൊക്കെ സൗകര്യമുള്ളതുകൊണ്ടാണ് കൂടുതലും ടെമ്പോ ട്രാവലർ എന്ന് പറഞ്ഞ വാഹനം എല്ലാവരും യാത്രയ്ക്ക് വേണ്ടി നമ്മൾ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു 2 വർഷത്തോളം ടെമ്പോ ട്രാവലർ ഓടിച്ചതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ അന്നൊരു പുതിയ വണ്ടിയാണ് ഓടിച്ചെങ്കിലും ഈ വാഹനം ഓടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വാഹനം കൈകാര്യം ചെയ്ത ആളുമായിട്ട് ഞാനിതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ടെമ്പോ ട്രാവലറിന് ബ്രേക്ക് കംപ്ലൈൻ്റ് ആണ് പറഞ്ഞത്. ബ്രേക്ക് കംപ്ലൈൻ്റ് എന്നല്ല, വാഹനത്തിന് കമ്പനി വിട്ടിരിക്കുന്ന അത്യാവശ്യം ബ്രേക്കുണ്ട്. പക്ഷേ അതിൻ്റെ അത് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൂടുതൽ ദൂരം, അതുപോലെ ഹെയർ പിൻ വളവുകൾ, അതുപോലെ കുത്തിറക്കങ്ങൾ ഒക്കെ ഈ ചവിട്ടി പിടിച്ചുകൊണ്ട് നമ്മൾ മിക്കവരും കാണാം ബ്രേക്ക് ചവിട്ടി പിടിച്ചുകൊണ്ട് തന്നെയാണ് മിക്ക വാഹനങ്ങളും യാത്ര പോകുന്നത്. അപ്പോൾ അത് ഒരു കാരണവശാലും ചെയ്യാൻ പറ്റാത്തൊരു വാഹനമാണ് ടെമ്പോ ട്രാവലർ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ അകത്തൊരു എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ തന്നെ ഒരു ഓട്ടം പോയിട്ട് കുട്ടിക്കാനത്തു നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേന് വണ്ടി പെട്ടെന്ന് പുള്ളി ഒരു സൈഡിൽ കൊണ്ട് പെട്ടെന്ന് ചവിട്ടി കയ്യാലയിലോട്ട് ചേർത്ത് നിർത്തി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ബ്രേക്ക് പോയെന്ന്. ഏതായാലും ഇറക്കം തുടങ്ങുന്ന സമയത്തായിരുന്നു. അപ്പോഴത്തേന് അദ്ദേഹം അവിടെ നിന്ന് അന്നേരം എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ വാഹനത്തിൻ്റെ ബ്രേക്ക് പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാഗമണ്ണും അതുപോലെ തന്നെ രാമക്കൽമേടും ഒക്കെ കറങ്ങിയിട്ട് തിരിച്ച് വരുന്ന വഴിയാണ്. അപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി ഇത് ശരിക്കും ബ്രേക്ക് ചൂടായിട്ട് കിട്ടാതെ വന്നതെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം പുള്ളിയോട് പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, 1 മണിക്കൂറോളം അവിടെ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കിയിടാൻ പറഞ്ഞു. അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനോ അവരോട് കാര്യം പിന്നെ ബ്രേക്ക് പോയെന്ന് പറയണ്ട, യാത്രക്കാർക്ക് പേടി വരും. അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഭക്ഷണം കഴിക്കാനോ എവിടെയെങ്കിലും അവരോട് പറഞ്ഞ് കുറച്ച് നേരത്തേന് അവിടെ വണ്ടി തണുക്കട്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം അവിടുന്ന് കുറേ നേരം ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുത്തപ്പോഴത്തേനും ഒരു കുഴപ്പമില്ല ബ്രേക്കിന്. അതാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാവരും വാഹനമായിട്ട് യാത്ര ചെയ്യുന്നവരാണ്. അതുപോലെ ടെമ്പോ ട്രാവലർ യാത്ര ചെയ്യുന്നവരല്ല, ടെമ്പോ ട്രാവലർ ഓടിക്കുന്നവരുണ്ട്. അവരൊക്കെ ഞാൻ ഈ പറയുന്ന കാര്യം അവർക്കെല്ലാം വ്യക്തമായിട്ടറിയാം. ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇതിൻ്റെ ബ്രേക്കിങ്ങിൻ്റെ പ്രശ്നം. അത് ചൂടായി കഴിഞ്ഞാൽ ഇതിന് ബ്രേക്ക് കിട്ടത്തില്ല. അതാണ് ഈ ടെമ്പോ ട്രാവലറിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. പക്ഷേ വണ്ടി യാത്രയ്ക്കെല്ലാം വളരെ സുഖകരമാണ്. അതുകൊണ്ട് വേറെ വണ്ടി നല്ല ഹൈ റേഞ്ചൊക്കെ ആണെങ്കിലും കയറ്റം കയറി പോകാനാണെങ്കിലും വലിവിൻ്റെ അകത്തോ കാര്യങ്ങൾക്കൊന്നുമില്ല. അത് ഫോഴ്സിൻ്റെ മിക്ക വണ്ടിക്കും ഉണ്ട് ഈ ഒരു ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെ പ്രശ്നം. അപ്പം അത് ഒരു പരിചയമുള്ള ആളല്ലെങ്കിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ഇപ്പം ഈ അപകടത്തിൻ്റെ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഓടിച്ചിരിക്കുന്നത് അധികം പ്രായമില്ലാത്ത ഒരാളാണ്. ഞാൻ ഡ്രൈവറെ കുറ്റം പറയുന്നതല്ല, നമ്മളാരും മിടുക്കന്മാരല്ല, നമ്മളാരും എല്ലാം തികഞ്ഞവരല്ല. ഡ്രൈവർമാർക്കെല്ലാം അബദ്ധങ്ങളൊക്കെ സംഭവിക്കാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാനും മിടുക്കനാണെന്ന് ഒന്നും കൊണ്ട് പറയുന്നതല്ല. അപ്പോൾ ഈ ഒരു അറിവ് കിട്ടിയതുകൊണ്ട് മാത്രം പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ വണ്ടി ആക്സിഡൻറ്റിന് അവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഈ വാഹനം പരിശോധിച്ചപ്പം കണ്ടത് ഇതിന് ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ തകരാറാണ് ഈ അപകട കാരണമെന്ന് മനസ്സിലായത്. അത് ഓവർ ഹീറ്റായി ചൂടായി കഴിയുമ്പോൾ ഈ സാധനത്തിന് ബ്രേക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വാഹനത്തിൽ യാത്ര പോകുന്നവരാരും ഈ ഡ്രൈവർമാർ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ആരും തിരക്കാറില്ല. വണ്ടി വിളിക്കുന്നു. അതുപോലെ വണ്ടിയുടെ ഓണർമാരാണ് ചിലപ്പോൾ ആ സമയത്ത് സ്ഥിരം ഓടിക്കുന്ന ആയിരിക്കത്തില്ല. ഒരു ഓട്ടം വരുമ്പം അല്ലെങ്കിൽ ഒരു ഓട്ടം പോയിട്ട് വന്നു കഴിയുമ്പോൾ അടുത്ത ഓട്ടത്തിനായിരിക്കുമ്പോൾ വേറെ ഒരു ഡ്രൈവറായിരിക്കും വിളിക്കുന്നത്. ആ ഡ്രൈവർ ചിലപ്പം ടെമ്പോ ട്രാവലർ തന്നെ ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കത്തില്ല. മറ്റ് വാഹനം ഓടിക്കുന്നവർക്ക് ഈ ടെമ്പോ ട്രാവലറുമായിട്ട് പൊരുത്തപ്പെടാൻ കുറേ സമയം എടുക്കും. അതാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം ഇവിടെയാണ് അപകടം സംഭവിച്ചത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. ഇതാണ് വാൾപ്പാറ റൂട്ടിലെ 13-ാം വളവെന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ വച്ചാണ് വാഹനത്തിൻ്റെ ബ്രേക്ക് നഷ്ടമാകുന്നത്. ഇവിടുന്ന് ഈ ബാരിക്കേഡിൻ്റെ അവിടം തകർത്തുകൊണ്ടാണ് ഇത് താഴോട്ട് പോകുന്നത്. അവിടെയാണ് പോലീസ് ഇവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തുനിന്ന് ഇവിടെ നിന്നാണ് താഴേക്ക് പോയിരിക്കുന്നത്.
ഇവിടുന്ന് നമുക്ക് കാണാം ഏകദേശം 100-800 അടി താഴ്ചയിലേക്കാണ് വാഹനം തകിടം മറിഞ്ഞു പോയത്. ഇത് മുഴുവൻ അതിഭയങ്കരമായ ഹെയർപിൻ വളവുകളാണ്. വളരെ യാത്ര ചെയ്യാനും ഡ്രൈവ് ചെയ്യാനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റൂട്ടും കൂടെയാണ് വാൾപ്പാറ റൂട്ട്, ആതിരപ്പള്ളി. ഈ വാഹനത്തിൻ്റെ അവസ്ഥ കാണുമ്പം തന്നെ നമുക്കറിയാം ഇതിലുണ്ടായിരുന്ന യാത്രക്കാർ ആരും രക്ഷപ്പെടുക അസാധ്യമാണെന്നുള്ളത്. വാഹനം പൂർണ്ണമായിട്ടും തകർന്ന നിലയിലാണ്. ഒരുപാട് തകിടം മറിഞ്ഞാണ് ഇത്രയും ദൂരം ഈ വാഹനം എത്തിയത്. വാഹനം ഏത് ഗിയറിലാണോ കയറ്റം കയറുന്നത് അതേ ഗിയറിൽ തന്നെ തിരിച്ചിറങ്ങണമെന്നുള്ളതാണ് ആ വാഹനത്തിൻ്റെ സിസ്റ്റം. പക്ഷേ അതാരും പാലിക്കാറില്ല. 3rd ഗിയറിലും ടോപ്പ് ഗിയറിലും ഒക്കെ ഇട്ട് വാഹനം കാല് കൊടുത്ത് വിടുമ്പോഴത്തേന് പെട്ടെന്ന് ഒരു ചവിട്ടിനൊന്നും ബ്രേക്ക് കിട്ടാതെ വരും. അതുകൊണ്ടാണ് ഗിയറിൽ തന്നെ ഇറങ്ങി വരണമെന്ന് എല്ലാവരോടും പറയുന്നത്. പക്ഷേ അതാരും പാലിക്കാത്തതുകൊണ്ടാണ് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കുന്നത്. ഈ ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തോടൊപ്പം തന്നെ നമ്മൾ പങ്കുചേരുകയാണ്. അതോടൊപ്പം തന്നെ ഈ അപകടത്തിൽ ഹോസ്പിറ്റലിൽ പരിക്ക് പറ്റി കിടക്കുന്നവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പുതുപ്പള്ളി ടുഡേ ലൈവ്.